തിരുവനന്തപുരം തിരുവല്ലത്ത് പോലീസ് കസ്റ്റഡിയിൽ വെച്ച സുരേഷ് മരിച്ച സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തൽ. പോലീസ് സ്റ്റേഷനിൽ നിന്നും നിലവിളി കേട്ടതായി സുരേഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത വിനീതിന്റെ ഭാര്യ വെളിപ്പെടുത്തി. എസ്ഐയുടെ മുറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സുരേഷ് അവശനായിരുന്നു. അവശനായ സുരേഷിനെ നിർബന്ധപൂർവ്വം നടത്തിച്ചാണ് ജീപ്പിൽ കയറ്റിയത്. കഞ്ചാവ് കേസിൽ സുരേഷിനെ പെടുത്തുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതായും വിചിത്ര ന്യൂസ് 8 പറഞ്ഞു. അകത്ത് നിന്ന് തള്ളിക്കൊണ്ട് എസ്ഐയുടെ മുറിയുടെ ബാക്കിലത്തെ മുറി നിന്ന് ഈ സുരേഷ് എന്ന് പറയുന്ന അണ്ണനെ തള്ളിക്കൊണ്ട് എസ്ഐയുടെ മുറിയിലോട്ട് വന്നു. എസ്ഐയുടെ മുറിയിൽ വെച്ചിട്ട് അവർ നെഞ്ചിലൊക്കെ ആ അണ്ണന് നിവർന്ന് നിൽക്കാൻ കുനിഞ്ഞാണ് നിൽക്കുന്നത്. ആ അണ്ണനെ ഹാളിലോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഒരുപാട് സമയം ഈ നിവർന്ന് നിൽക്കാൻ പോലും വയ്യാത്ത ആ അണ്ണനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നിട്ട് നെഞ്ചിലും കുറുക്കിലും തട്ടലും കുറേ സമയം അങ്ങനെ കളഞ്ഞ് എന്നിട്ട് അകത്ത് എസ്ഐയുടെ മുറിയിലോട്ട് കൊണ്ടുവന്ന് എല്ലാവരും കൂടി നിന്ന് വീണ്ടും നെഞ്ചിലും കുറുക്കിലും തട്ടി. ഇത് കൂടി നിന്ന് തട്ടുന്നത് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഞാൻ എസ്ഐയുടെ മുറിയിൽ ജനലിൽ കൂടി നോക്കി നിന്ന് ആ ജനലിൽ കൂടി എനിക്ക് ഞാൻ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് അവർ കർട്ടൻ ഇട്ടിട്ട് ഞാനിത് കർട്ടൻ നീക്കിയിട്ടപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ അടുത്തും കാര്യം പറഞ്ഞു. റോഡിൽ പോയി നിന്ന് സുരേഷണ്ണൻ്റെ സഹോദരൻ സുഭാഷണ്ണൻ്റെ അടുത്തും കാര്യം പറഞ്ഞു. സുഭാഷണ്ണൻ പറഞ്ഞു രാത്രിയൊക്കെ അവർക്ക് ഒരുപാട് അടി കിട്ടുന്ന കണ്ടവരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കിട്ടി. ഞാൻ ഈ ശബ്ദം കേട്ടതാണല്ലോ, എനിക്കറിയാം എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ എന്തിനായിരിക്കും. ഈ ഒരാളുടെ അവസ്ഥ ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഭർത്താവിൻ്റെ അവസ്ഥയും വലിയ മോശമായിരിക്കും എന്ന് കരുതി എന്നെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് ഞാൻ കേൾക്കാതെ അവിടെ തന്നെ നിന്ന് കുറേ സമയം കഴിഞ്ഞാണ് അവർ പുറത്തോട്ട് കൊണ്ടുവന്നതും. പിന്നെ നടക്കാനും ഗ്യാസാണെന്ന് പറയാനേ അവർ ശ്രമിക്കുന്നുള്ളൂ, ആശുപത്രി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. പിന്നെ ഒരു ജീപ്പ് അങ്ങ് താഴെ റോഡിൽ വന്നപ്പോഴാണ് ഇവര് ഈ അണ്ണനെ നടത്തിക്കൊണ്ട് അതിൽ പോയി കയറ്റിയപ്പോൾ സുഭാഷണം കൂടെ ഉണ്ടായിരുന്നില്ല, ഈ പോലീസ് മാത്രമാണ് കൊണ്ടുപോയത്. പോലീസ് ലാത്തി കൊണ്ട് മർദ്ദിച്ചുവെന്നാണ് സുരേഷിനൊപ്പം പിടിയിലായ മറ്റു പ്രതികൾ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുള്ളത്. വിനോദാണ് ചേരുന്നത്. വിനോദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒരു പ്രധാനപ്പെട്ട മൊഴിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റല്ല ഹൃദയാഘാതം ഉണ്ടായതെന്ന ഒരു നിഗമനവും വിശദീകരണവും ഒക്കെയാണ് പ്രാഥമികമായി വന്നതെങ്കിലും ഈ മർദ്ദനം ഹൃദയാഘാതത്തിന് കാരണമായോ എന്ന സംശയം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ഉന്നയിക്കുകയായിരുന്നു. അതിനെ തുടർന്നുള്ള ചില വെളിപ്പെടുത്തലുകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൃക്സാക്ഷിയുടെ ഒരു വെളിപ്പെടുത്തലാണ്. സ്റ്റേഷനുള്ളിൽ നിന്ന് പ്രതികളുടെ നിലവിളി കേട്ടു എന്നാണ് ഇപ്പോൾ കൂട്ടുപ്രതിയായ സുരേഷിനോടൊപ്പം പിടിയിലായ വിനീതിന്റെ ഭാര്യ വിചിത്ര നമ്മളോട് പറഞ്ഞത്. അവർ പറയുന്നത് അവരുടെ ഭർത്താവിന്റെ അടക്കം നിലവിളി ഈ സ്റ്റേഷനുള്ളിൽ നിന്ന് കേട്ടിരുന്നു. എസ്ഐയുടെ മുറിയിലേക്ക് പിന്നീട് സുരേഷിനെ കൊണ്ടുവരുമ്പോൾ അവശ നിലയിലായിരുന്നു. ഈ അവശ നിലയിലും സുരേഷിനെ സ്റ്റേഷനുള്ളിൽ നടത്തിക്കുകയും പ്രാഥമിക ചികിത്സ നൽകുന്ന തരത്തിൽ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായെങ്കിൽ തന്നെയും ഏറെ സമയം സ്റ്റേഷനിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പിന്നീടാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. നേരത്തെ ഔദ്യോഗികമായി പോലീസിന്റെ ഒരു വിശദീകരണം എന്നത് ആംബുലൻസ് വിളിച്ചു വരുത്തിയെന്നും അതുവഴി ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ദൃക്സാക്ഷി പറയുന്നത് പോലീസ് ജീപ്പ് തന്നെയാണ്. അതും ഇത് സ്റ്റേഷൻ കുറച്ച് ഉയർന്ന ഭാഗത്താണ്. അവിടെ നിന്ന് നടത്തി താഴെ വന്ന മറ്റൊരു ജീപ്പിൽ കയറ്റി, പോലീസ് ജീപ്പിൽ തന്നെ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഈ മറ്റ് പ്രതികൾ എല്ലാം തന്നെ പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ തന്റെ ഭർത്താവിനെ കാണാൻ പോയിരുന്നു. എന്തിനാണ് തന്റെ ഭർത്താവിനെ മർദ്ദിച്ചതെന്ന് പോലീസുകാരോട് ചോദിച്ചപ്പോൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ ാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അതേസമയം മൊഴികളുടെ വൈരുദ്ധ്യം ഇപ്പോൾ പുറത്തുവെച്ചു. മജിസ്ട്രേറ്റിന് പ്രതികൾ നൽകിയിട്ടുള്ള മൊഴിയിൽ മർദ്ദനമേറ്റില്ല എന്നൊരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത് ലാത്തി കൊണ്ട് പോലീസുകാർ മർദ്ദിച്ചു. ഇത്തരത്തിലൊരു മൊഴി പ്രതികൾ നൽകിയിട്ടുണ്ട്. ഏതായിരുന്നാലും മൊഴികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ദൃക്സാക്ഷി മൊഴി ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നുണ്ട്. ശരി, ഇടവേള.